നമ്മൾ ദിവസവും കഴിക്കുന്ന ആഹാരത്തിന് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ ഉത്തേജിപ്പിക്കുവാനോ അതോ മാരകമായ രോഗങ്ങളിലേക്ക് തള്ളിവിടാനോ ഉള്ള കെൽപ്പുണ്ട്. പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്ന ഒരു വലിയ സത്യമാണ് നമ്മുടെ ശരീരത്തിൽ നിരന്തരം നടക്കുന്ന കോശങ്ങളുടെ വിഭജന പ്രക്രിയയിൽ വരുന്ന ചെറിയൊരു പിഴവ് പോലും ക്യാൻസർ പോലുള്ള വലിയ രോഗങ്ങൾക്ക് കാരണമായേക്കാം. ശരീരത്തിലെ അനാവശ്യമായ വീക്കങ്ങളും ഓക്സിഡേറ്റീവ് സ്ട്രെസ്സും കോശങ്ങളുടെ സ്വാഭാവിക ഘടനയെ തകിടം മറിക്കുമ്പോഴാണ് ക്യാൻസർ കോശങ്ങൾ വളരാൻ തുടങ്ങുന്നത്. ഈ ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തുടക്കത്തിൽ തന്നെ മന്ദഗതിയിലാക്കുവാനും ശരീരത്തിലെ വീക്കങ്ങൾ തടയുവാനും നമ്മുടെ സ്വാഭാവിക പ്രതിരോധ സംവിധാനത്തെ ശക്തമായി നിലനിർത്തുവാനും ചില പ്രത്യേക ഭക്ഷണങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾക്ക് സാധിക്കും. ആന്റി ഓക്സിഡന്റുകൾ, നാരുകൾ, ഫൈറ്റോ കെമിക്കലുകൾ എന്നിവ കൃത്യമായ അളവിൽ ശരീരത്തിൽ എത്തിയില്ലെങ്കിൽ അത് കോശങ്ങളുടെ DNA ഘടനയെ ബാധിക്കുകയും രോഗപ്രതിരോധ ശേഷി പൂർണ്ണമായും തകരുകയും ചെയ്യും. ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ ശരീരത്തിന്റെ ആന്തരിക ഊർജ്ജ നിലയെ ഇല്ലാതാക്കുകയും അവയവങ്ങളുടെ പ്രവർത്തനക്ഷമത കുറയ്ക്കുകയും ജീവിത ദൈർഘ്യത്തെ തന്നെ ബാധിക്കുകയും ചെയ്യാം. എന്നാൽ ഇതിന് പരിഹാരമായി യാതൊരുവിധ അധിക ചെലവുമില്ലാതെ നമ്മുടെ നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന 5 അത്ഭുത ഭക്ഷണങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഒന്നാമതായി മധുരക്കിഴങ്ങാണ്. ഇതിന് വൻകുടലിലെ ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ മന്ദഗതിയിലാക്കാൻ പ്രത്യേക കഴിവുണ്ട്. ഇത് പുഴുങ്ങിയോ ചപ്പാത്തി രൂപത്തിലോ കഴിക്കാവുന്നതാണ്. രണ്ടാമതായി ഗ്രീൻ ടീ ആണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന എപ്പിഗല്ലോകെറ്റാസിൻ 3 ഗാലറ്റ് എന്ന ശക്തമായ ആന്റി ഓക്സിഡന്റ് ക്യാൻസർ സാധ്യത ഗണ്യമായി കുറയ്ക്കുന്നു. മൂന്നാമതായി ചെറുപയർ പോലുള്ള പയർ വർഗ്ഗങ്ങളാണ്. ഇവയിലെ ഉയർന്ന നാരുകൾ വൻകുടലിലെ ആരോഗ്യത്തിന് ഏറെ ഉത്തമമാണ്. നാലാമതായി ബ്രോക്കോളിയാണ്. ഇതിലെ വിറ്റാമിൻ സി, പീറ്റോ കെരാറ്റിൻ എന്നിവ ഹോർമോൺ ബാലൻസ് നിലനിർത്തുവാനും സ്തനാർബുദം, വായയിലെ അർബുദം എന്നിവ തടയുവാൻ സഹായിക്കുന്നു. അഞ്ചാമതായി കിവി പഴമാണ്. ഇതിലെ പോളിഫെനോളുകൾ കോശനാശം തടയുകയും DNA കേടുപാടുകൾ തീർക്കാൻ ശരീരത്തെ ഉത്തേജിപ്പിക്കുകയും ചെയ്യും. ഈ പ്രകൃതിദത്ത ഭക്ഷണ രീതികളും ശീലങ്ങളും കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ഈ വീഡിയോ മുഴുവനായി കാണുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനായി ഈ അറിവ് പരമാവധി ഷെയർ ചെയ്യാൻ നോക്കുക.